അപ്പോൾ വി ബീയിങ് കൺസ്യൂമേഴ്സ് നമ്മൾ എന്താ അറ്റംപ്റ്റ് ചെയ്യുക, സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യാനാണ് അറ്റംപ്റ്റ് ചെയ്യുക അല്ലേ. ആൻഡ് ട്രൈ ടു റീച്ച് ദ ഹയസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ഇൻഡിഫറൻസ് കർവിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് നോക്കും. പക്ഷേ ഇൻ പെർസ്യൂട്ട് ഓഫ് ബൈയിങ് മോർ ആൻഡ് മോർ ഗുഡ്സ് നമുക്കൊരു കാര്യം അറിയോ, നമ്മളിങ്ങനെ മോർ ആൻഡ് മോർ ഗുഡ്സ് വാങ്ങി മോർ ആൻഡ് മോർ സാറ്റിസ്ഫാക്ഷൻ കൂട്ടുന്ന സമയത്ത് നമ്മൾ രണ്ട് കോൺസ്ട്രെയിൻസിലൂടെ, രണ്ട് ലിമിറ്റേഷനിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഒന്ന്, അതിന് പ്രൈസ് നമ്മൾ പേ ചെയ്യണമല്ലേ. രണ്ടെന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് മണി ഇൻകം ആണ് നമുക്കുള്ളത്. വലിയ പൈസയോ വലിയ വരുമാനമോ നമുക്കില്ല. അപ്പോൾ ആ വരുമാനത്തിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കണം നമ്മളിങ്ങനെ ഗുഡ്സ് ആഗ്രഹിക്കേണ്ടതും ഗുഡ്സ് വാങ്ങേണ്ടതൊക്കെ. അപ്പോൾ അതിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അല്ലേ. നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും, ഒരു മന്ത്ലി ബഡ്ജറ്റ് ഉണ്ടാവും. സാധനങ്ങൾ വാങ്ങുമ്പോൾ ബഡ്ജറ്റ് ഉണ്ടായിരിക്കും. നമുക്ക് എപ്പോഴും ലിമിറ്റഡ് ഇൻകമാണ് ഉണ്ടാവുക, വിച്ച് കൺസ്ട്രെയിൻസ് ഹൗ മച്ച് ദേ ക്യാൻ കൺസ്യൂം, അതാണ് ആ ലിമിറ്റഡ് ബഡ്ജറ്റാണ് ബാക്കിയുള്ള സംഭവങ്ങൾ വാങ്ങുന്നതിൽ നിന്നും നമ്മളെ തടയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഉള്ള മണി വെച്ചിട്ട് ഉള്ളത് വാങ്ങി പോരാണ് ചെയ്യുക. കൺസ്യൂമേഴ്സ് ചോയ്സ് ആർ ലിമിറ്റഡ് ബിക്കോസ് റിസോഴ്സ് ലിമിറ്റഡ് ആയതുകൊണ്ടാണ്. ബൈ ദ ബഡ്ജറ്റ് അവൈലബിൾ ടു ഹിം. As we know, his total expenditure for goods and service can fall short of the budget constraint, but may not exceed it. കൺസ്യൂമർ ബഡ്ജറ്റ് 100 വിചാരിക്കുക. അപ്പോൾ 100ൻ്റെ ഉള്ളിലുള്ളത് ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുള്ളൂ. 100ൻ്റെ ഉള്ളിലുള്ള, അതായത് ആ ബഡ്ജറ്റിൻ്റെ ഉള്ളിലുള്ള ഗുഡ്സേ വാങ്ങാനായിട്ട് പറ്റുള്ളൂ. 100 കടന്നിട്ട് എക്സീഡ് ചെയ്തിട്ട് പുറത്തുള്ള ഗുഡ്സ് ഒരിക്കലും വാങ്ങാനായിട്ട് പറ്റില്ല അല്ലേ. ആ ബഡ്ജറ്റിൻ്റെ ഉള്ളിലുള്ളതേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ദ ബഡ്ജറ്റ് ലൈനിനെ പറ്റിയിട്ടാണ്. ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് ലൈൻ എന്നും അതിനെ പറയും, ബഡ്ജറ്റ് കോൺസ്ട്രെയിൻ്റ് എന്നും അതിനെ പറയും. പ്രൈസ് ലൈൻ എന്നും പറയും, ബഡ്ജറ്റ് കോൺസ്ട്രെയിൻ്റ് എന്നും പറയും. ഇപ്പോൾ കൺസ്യൂമർ എന്താ ചെയ്യുക, മാക്സിമൈസസ് ദെയർ വെൽ ബീയിങ് സബ്ജക്റ്റ് ടു കോൺസ്ട്രെയിൻസ് അല്ലേ. നമുക്ക് കുറച്ച് ലിമിറ്റേഷനൊക്കെ ഉണ്ടെങ്കിലും നമ്മളുടെ ഈ റിസോഴ്സ് ലിമിറ്റഡ് ആണെങ്കിലും നമ്മൾ എന്തായാലും സാറ്റിസ്ഫാക്ഷൻ മാക്സിമം ആക്കാൻ ശ്രമിക്കും. അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടും അതിൻ്റെ ഉള്ളിൽ ഈ ബഡ്ജറ്റ് 100 ആണെങ്കിൽ 100ൻ്റെ ഉള്ളിലുള്ളതൊക്കെ വാങ്ങിച്ച് നമ്മൾ സാറ്റിസ്ഫൈഡ് ആക്കി നമ്മളെ മാറ്റും. അപ്പോൾ കൺസ്യൂമർ ഓൾവേസ് ഹാവ് ലിമിറ്റഡ് ഇൻകം വിച്ച് കോൺസ്ട്രെയിൻസ് ഹൗ മച്ച് ദേ ക്യാൻ കൺസ്യൂം. അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസ് ക്യാൻ ഫോൾ ഷോർട്ട് ഓഫ് ദ ബഡ്ജറ്റ് കോൺസ്ട്രെയിൻറ്റ് ബട്ട് മേ നോട്ട് എക്സീഡ് ഇറ്റ്. ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഓൾജിബ്രായിക്കലി ഇതിനെങ്ങനെയാണെന്നറിയോ പറയാം. ഇതാണ് ബഡ്ജറ്റിൻ്റെ ഇക്വേഷൻ. PX/QX പ്ലസ് PY/QY ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു B. എക്സ് എന്ന് പറഞ്ഞ ഗുഡിൻ്റെ പ്രൈസും അത് എത്ര ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങിച്ചു എന്നുള്ളതുമാണ് PX/QX എന്ന് പറഞ്ഞാൽ, പ്ലസ് വൈ എന്ന് പറഞ്ഞ ഗുഡിൻ്റെ പ്രൈസും എത്രത്തോളം നമ്മളത് വാങ്ങിച്ചു, ക്വാണ്ടിറ്റി എത്ര വാങ്ങിച്ചു എന്നുള്ളതാണ് PY/QY. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ബഡ്ജറ്റിൻ്റെ ഉള്ളിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഒന്നില്ലെങ്കിൽ ഉള്ളിലായിരിക്കണം, അല്ലെങ്കിൽ കറക്റ്റ് 100 രൂപ കറക്റ്റ് ആ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് കറക്റ്റ് ബഡ്ജറ്റിനാവാം. അതാണ് ഓൾജിബ്രായിക്കലി നമുക്ക് ഈ ഒരു ഇക്വേഷൻ രൂപത്തിൽ ബഡ്ജറ്റ് ലൈന് പ്രസൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ബഡ്ജറ്റിൻ്റെ ഇക്വേഷനാണിത്. അപ്പോൾ PX/QX പ്ലസ് PY/QY ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു B. എപ്പോഴും ഉള്ളിലാണ് ആവുക. 100 രൂപയുടെ ഉള്ളിൽ വാങ്ങണം, അല്ലെങ്കിൽ വേണമെങ്കിൽ 100 രൂപ കറക്റ്റ് ആ ഒരു പൈസ വരെ ആവാം, ബഡ്ജറ്റ് വരെ ആവാം. ടോട്ടൽ മണി അവൈലബിൾ ടു ദ കൺസ്യൂമർ ആണ് ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും. 1000 അല്ലെങ്കിൽ 1500 അല്ലെങ്കിൽ 500 എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബഡ്ജറ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളത് അല്ലെങ്കിൽ അതേ എമൗണ്ട് വില വരുന്ന ഒരു ഡ്രസ്സായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. അതുതന്നെയാണ് ഈ രണ്ട് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ചൂസ് ചെയ്യുമ്പോഴും നമുക്ക് എന്തുണ്ടായിരിക്കണം, എപ്പോഴും ആ ഒരു ബഡ്ജറ്റിൻ്റെ ഉള്ളിലായിരിക്കണം, അല്ലെങ്കിൽ ആ ബഡ്ജറ്റിനോട് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടിനായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ all those combinations which are within the reach of the consumer will lie on the budget line. അപ്പം ഈ ബഡ്ജറ്റ് ലൈൻ നോക്കിയാൽ, അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈനും ഏതെങ്കിലും ഒരു പോയിൻറ്റുമ്പോൾ നമ്മൾ ടച്ച് ചെയ്താൽ ഈ കൺസ്യൂമറിന് എഫോർഡബിൾ ആയിട്ടുള്ള, കൺസ്യൂമറിൻ്റെ റീച്ചിലെത്തുന്ന ഒരു ബണ്ടിലായിരിക്കും, ഒരു കോമ്പിനേഷൻ ആയിരിക്കും കൺസ്യൂമർക്ക് എടുക്കാൻ പറ്റുക. അതിലുള്ള ഏത് കോമ്പിനേഷൻ ആയാലും കൺസ്യൂമറുടെ റീച്ചിലുള്ളതാണ്. കൺസ്യൂമറിന് അതെന്തായാലും വാങ്ങാനായിട്ട് പറ്റും, റിയൽ ഇൻകം യൂസ് ചെയ്തിട്ട്, അസ്യൂമിങ് ദാറ്റ് ഹീ സ്പെൻഡ്സ് ഓൾ ഹിസ് മണി ഇൻകം. യെസ്.
ഇപ്പോൾ ഇൻഡിഫറൻസ് കർവുമ്പോൾ ഏതുമ്പോൾ തൊട്ടാലും നമുക്ക് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ സെയിം ആയിരിക്കും അല്ലേ. അതേപോലെ ബഡ്ജറ്റ് ലൈനുമേ ഏതൊരു കോമ്പിനേഷനുമേ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ റീച്ചിൽ കൺസ്യൂമറുടെ ഇൻകം മുഴുവനും സ്പെൻഡ് ചെയ്തിട്ട് വാങ്ങാവുന്ന ഒരു കോമ്പിനേഷൻ ആയിരിക്കും ആ ബഡ്ജറ്റ് ലൈനുമേ ഉണ്ടായിരിക്കുക. മുഴുവൻ ഇൻകവും സ്പെൻഡ് ചെയ്തിട്ട് വാങ്ങാൻ പറ്റും. അപ്പോൾ ഈ ബഡ്ജറ്റ് ലൈൻ്റെ മറ്റൊരു പേര് പ്രൈസ് ലൈൻ, ഇൻകം ലൈൻ എന്ന് പറയും. കാരണം മണി ഇൻകത്തിനെയാണ് ബഡ്ജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇൻകം ലൈൻ എന്ന് പറയുന്നത്. പിന്നെ ബഡ്ജറ്റ് കോൺസ്ട്രെയിൻഡ് ലൈൻ എന്ന് പറയും. പിന്നെ പ്രൈസ് ഓപ്പർച്യൂണിറ്റി ലൈൻ എന്നും ഇതിനെ പറയും. ഓക്കെ, ബഡ്ജറ്റ് ലൈനിലത്തെ ഒരു ബണ്ടിൽ ഞാൻ ചൂസ് ചെയ്തു. അപ്പോൾ 1,8 ആണ് കിട്ടിയത്. അതിൻ്റെ അർത്ഥം എന്താ? ഒരു യൂണിറ്റ് ഓഫ് എക്സും അതുപോലെ തന്നെ 8 യൂണിറ്റ്സ് ഓഫ് വൈ ആ ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്യാൻ പറ്റും. ബഡ്ജറ്റ് ലൈനുമേലായതുകൊണ്ട് കറക്റ്റ് എൻ്റെ ബഡ്ജറ്റായിട്ടുള്ള 100 റുപ്പീസും ചിലവഴിച്ചിട്ട് എനിക്ക് വാങ്ങാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആ കോമ്പിനേഷൻസ് ആയിരിക്കും ബഡ്ജറ്റ് ലൈനും ഉണ്ടാവുക. ബഡ്ജറ്റ് ലൈനിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബഡ്ജറ്റിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കോമ്പിനേഷൻ ആയിരിക്കും എനിക്ക് ഉണ്ടാവുക. ബഡ്ജറ്റ് ലൈനുമേ തന്നെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ 100 റുപ്പീസും ഫുൾ ഇൻകം എനിക്ക് ചിലവഴിച്ചിട്ട് വാങ്ങാൻ പറ്റുന്ന യൂണിറ്റ് ആയിരിക്കും തരിക. നല്ല അടിപൊളിയല്ലേ? നമുക്ക് എത്ര യൂണിറ്റ് വാങ്ങാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഈ ബഡ്ജറ്റ് വെച്ചിട്ട് എത്ര ബഡ്ജറ്റ് ഫുള്ള് ചിലവാക്കിയിട്ട് എത്ര യൂണിറ്റ് എക്സും വൈയും വാങ്ങാൻ പറ്റും എന്നുള്ളത് ശരിക്കും കാണിച്ചു തരുന്നുണ്ടല്ലേ ബഡ്ജറ്റ് ലൈനിൽ ഒരു പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രൈസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 20 ആണ്, പ്രൈസ് ഓഫ് വൈ 10 ആണ്. അപ്പം 1 യൂണിറ്റ് ഓഫ് എക്സ് വാങ്ങാൻ പറ്റില്ലേ? അപ്പോൾ 1 × 20 ചെയ്യുക. അപ്പോൾ വൈ 10 ആണല്ലോ പ്രൈസ്. അങ്ങനെയാണെങ്കിൽ 8 യൂണിറ്റ്സ് വാങ്ങി. അപ്പോൾ 10 × 8 ചെയ്യുമ്പോൾ 8 കിട്ടും. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്ത് നോക്കിയേ. 20 + 8 ചെയ്താൽ 100 റുപ്പീസും നമുക്ക് ചിലവാക്കാൻ പറ്റില്ലേ? അപ്പോൾ അതിനുള്ളിലുള്ള യൂണിറ്റ്സും കിട്ടി. അപ്പം കറക്റ്റായിട്ട് ബഡ്ജറ്റ് ലൈനും ഒരു പോയിന്റ് ലേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നോമിനൽ ഇൻകമായ 100 മുഴുവൻ ചിലവഴിച്ച് നമുക്ക് വാങ്ങാൻ പറ്റുന്ന യൂണിറ്റ്സിനെ കാണിച്ചു തരുന്ന ബണ്ടിലായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഈ പ്രൈസ് ഓപ്പർച്യൂണിറ്റി ലൈൻ എന്ന് പറയാൻ കാരണം. നമുക്ക് എത്ര പ്രൈസ് ചിലവഴിക്കാം എന്നുള്ള കറക്റ്റ് ആ ഒരു സംഭവം നമുക്ക് പറഞ്ഞുതരും അല്ലേ. ആ യൂണിറ്റ്സ് കറക്റ്റ് തരും. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ഇൻറ്റു ആ പ്രൈസ് അടിച്ചിട്ട് പ്ലസ് ചെയ്താൽ നമുക്ക് സാധനം കിട്ടി. അതാണ് ഈ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കുള്ള ബഡ്ജറ്റ് വെച്ചിട്ട് എത്രത്തോളം വാങ്ങാൻ പറ്റും എന്നുള്ള ആ യൂണിറ്റ്സിൻ്റെ കോമ്പിനേഷൻ അങ്ങോട്ട് നമുക്ക് തരും. അപ്പം പ്രൈസ് ഓപ്പർച്യൂണിറ്റി ലൈൻ എന്ന് ഇതിനെ പറയാൻ കാരണം ഇതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ട് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചത്. മനസ്സിലായെന്ന് വിശ്വസിക്കണം. ഇനി ബഡ്ജറ്റ് ലൈന് ഷിഫ്റ്റ് ചെയ്യും ചില സമയത്ത്. ബഡ്ജറ്റ് ലൈൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള എക്സുമ്മലും വൈമലും ഒക്കെ ടച്ച് ചെയ്യുന്ന ഒരു ലൈനാണ്. അപ്പോൾ ഈ പ്രൈസ് ലൈൻ അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യും. റൈറ്റിൽക്കും ഷിഫ്റ്റ് ചെയ്യും, ലെഫ്റ്റിൽക്കും ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ റൈറ്റിൽക്ക് എപ്പോഴൊക്കെയാണ് ഷിഫ്റ്റ് ചെയ്യുക? അപ്പോൾ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യില്ലേ റൈറ്റിൽക്ക്, ഡിമാൻഡ് കൂടുമ്പോൾ. അപ്പോൾ അതുപോലെ ബഡ്ജറ്റ് ലൈൻ എപ്പോഴാണെന്നറിയോ ഷിഫ്റ്റ് ചെയ്യുക? ഒന്ന് ഇൻകം കൂടുമ്പോൾ ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ ഇൻകം കൂടുമ്പോൾ ബഡ്ജറ്റ് ലൈൻ എന്തായാലും ഷിഫ്റ്റ് ചെയ്യില്ല, ബഡ്ജറ്റ് കൂടും. പിന്നെ പ്രൈസ് കുറയുമ്പോഴും ബഡ്ജറ്റ് ലൈന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് ദ നോമിനൽ ഇൻകം ഓഫ് ദ കൺസ്യൂമർ കൂടുമ്പോഴാണ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ റിലേറ്റീവ് പ്രൈസസ് ഓഫ് ദ 2 ഗുഡ്സും കൂടുമ്പോഴും നമ്മൾ ബഡ്ജറ്റ് ലൈന് എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 ഗുഡിൻ്റെ പ്രൈസ് കൂടണമെന്നൊന്നുമില്ല. ഒരു ഗുഡിൻ്റെ പ്രൈസ് കൂടിയാൽ തന്നെ ബഡ്ജറ്റ് ലൈന് അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും റൈറ്റിലേക്ക്. അത് നല്ല രസമായിട്ട് എനിക്ക് തോന്നി. കണ്ടോ, ഇപ്പോൾ എക്സിൻ്റെ പ്രൈസാണ് കുറഞ്ഞത് എന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ലൈന് റൈറ്റിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ വൈൻ്റെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ വൈയുടെ അവിടെ നിന്ന് മാത്രം ഒരു ഷിഫ്റ്റ് വരും, എക്സ് അവിടെ നിന്നിട്ട്. അതേപോലെ തന്നെ ബോത്ത് പ്രൊഡക്റ്റും പ്രൈസിന് റിഡക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും ബഡ്ജറ്റ് ലൈന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഇങ്ങനെ. ഓക്കെ, അപ്പം ഇനി ലെഫ്റ്റിലേക്ക് എപ്പോഴായിരിക്കും ഷിഫ്റ്റ് ചെയ്യുക? ഈ നോമിനൽ ഇൻകം കുറയുമ്പോഴാണ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ പ്രൈസ് കൂടുമ്പോഴും ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇതാണ് ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ അല്ലേ. PXX + PYY = M. അപ്പം എമ്മോ ബിയോ എന്തെങ്കിലും പറയാം. ബി എന്ന് ഉദ്ദേശിക്കുന്നത് ബഡ്ജറ്റാണ്, എം എന്ന് ഉദ്ദേശിക്കുന്നത് ബഡ്ജറ്റാണ്. ഇവിടെ ഈ ക്യാപിറ്റൽ എക്സ് എന്ന് ഉദ്ദേശിച്ചത് ക്വാണ്ടിറ്റിയാണ്, വൈ എന്ന് ഉദ്ദേശിച്ചതും ക്വാണ്ടിറ്റിയാണ്, ക്വാണ്ടിറ്റി ഓഫ് വൈ. അപ്പം ഇതാണ് ബഡ്ജറ്റ് ലൈൻ അല്ലെങ്കിൽ പ്രൈസ് ലൈൻ്റെ ഇക്വേഷൻ. ഇനി ഇതിൻ്റെ സ്ലോപ്പ് എന്താണെന്നറിയോ? ബഡ്ജറ്റ് ലൈൻ്റെ സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ = -PX/PY ആണ്. പ്രൈസ് റേഷ്യോ ആണ്. ഓക്കെ, പ്രൈസ് ഓഫ് എക്സ് ബൈ പ്രൈസ് ഓഫ് വൈ ആണ്. പിന്നെ നെഗറ്റീവ് ഇട്ട് കൊടുത്തോളി. അപ്പോൾ ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ PXX + PYY
ഈക്വൽ ടു എം ആവാം, അല്ലെങ്കിൽ ലെസ് ദാൻ എം എന്നും പറയാം. ഓക്കെ, പിന്നെ ഈ ഫോളോയിങ് ടേബിൾ നമുക്ക് കാണിച്ചു തരുന്നത് കോമ്പിനേഷൻസ് ഓഫ് ഐസ്ക്രീമും ചോക്ലേറ്റും കൺസ്യൂമർ ബൈ ചെയ്യാൻ പോകുന്നതാണ് വിത്ത് ഹിസ് എൻറ്റയർ ഫിക്സ്ഡ് മണി ഇൻകം ആയിട്ടുള്ള 100 രൂപ വെച്ചിട്ട്. അതാണ് ബഡ്ജറ്റ്. വിത്ത് ദ പ്രൈസസ് 20, ഒരെണ്ണത്തിൻ്റെ പ്രൈസ് 20, മറ്റേതിൻ്റെ പ്രൈസ് 10 ഐസ്ക്രീം 20 രൂപയും ചോക്ലേറ്റ് 10 രൂപയാണ്. അപ്പോൾ ഈ പ്രൈസസൊക്കെ ഓൾറെഡി തന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ബഡ്ജറ്റ് ലൈനിൻ്റെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും കാണിക്കുന്നത് ക്വാണ്ടിറ്റീസാണ്. ഇപ്പം ബണ്ടിൽ എ എന്ന് വിചാരിക്കുക, അതിൽ ഐസ്ക്രീം 0 ആയിരിക്കും, ചോക്ലേറ്റ് ആയിരിക്കും ഫുള്ള് ഉണ്ടായിരിക്കാം, 10 ചോക്ലേറ്റ് ഉണ്ടായിരിക്കും. അപ്പം ക്വാണ്ടിറ്റി ആണ് കേട്ടോ, 10 ചോക്ലേറ്റ് കഴിക്കും. അപ്പം 10 ചോക്ലേറ്റ് മേടിക്കാനായിട്ട് പറ്റും. അപ്പം ഈ എന്തുകൊണ്ടാണ് ഐസ്ക്രീം 0 ആയത്? വൈ ആക്സിസുമ്മ ടച്ച് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് ലൈന് ടച്ച് ചെയ്യുള്ളൂ 2 ആക്സിസുമ്മലും. അപ്പോൾ വൈ ആക്സിസുമ്മ ടച്ച് ചെയ്തപ്പോഴാണ് എക്സ് 0 ആയി മാറിയത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ 10 ചോക്ലേറ്റ്സ് ഫസ്റ്റത്തെ ബണ്ടിൽ ഉണ്ട്, പിന്നത്തെ ബണ്ടിൽ 1,8 ആണ്, പിന്നത്തെ ബണ്ടിൽ വാങ്ങാൻ പറ്റുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 2,6 ആണ്. അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബഡ്ജറ്റ് ലൈനിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിൻ്റ് കെ ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഉള്ളിലുള്ളത് വരെ കൺസ്യൂമറിന് താങ്ങാനായിട്ട് പറ്റും, കൺസ്യൂമറിന് വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് പറയുന്നത്, എനി പോയിൻ്റ് വിച്ച് ഈസ് ഇൻസൈഡ് ദ ബഡ്ജറ്റ് ലൈൻ ഈസ് വിത്തിൻ ദ റീച്ച് ഓഫ് ദ കൺസ്യൂമർ ആണ്. ബട്ട് എനി പോയിൻ്റ് ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ഓഫ് ദി ബഡ്ജറ്റ് ലൈൻ ആണെങ്കിൽ ദാറ്റ് ഈസ് ബിയോണ്ട് ദ റീച്ച് ഓഫ് ദ കൺസ്യൂമർ ആണ്. അപ്പം ഈ എച്ച് എന്ന് പറഞ്ഞ പോയിൻ്റ് ബിയോണ്ട് ദ റീച്ച് ഓഫ് ദ കൺസ്യൂമർ ആണ്, കൺസ്യൂമറിന് വാങ്ങാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സൂത്രം ഞാൻ പറയട്ടെ. ഈ M/PX കണ്ടോ, ഈ ഓൾറെഡി പ്രൈസ് ഓഫ് എക്സ് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക്, 20 റുപ്പീസാണ് ഐസ്ക്രീമിൻ്റെ റേറ്റ് എന്നുള്ളത്. അതും പിന്നെ ബഡ്ജറ്റാണ് M, അത് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, 100 ആണ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ M/PX ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും, ഈ ഐസ്ക്രീമിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. ഇപ്പോൾ 100/20 ചെയ്താൽ 5 ആണല്ലേ കിട്ടുക. അപ്പം 5 ക്വാണ്ടിറ്റി ആയിരിക്കും കൺസ്യൂമറിന് വാങ്ങാൻ പറ്റുക വിത്ത് ദ ബഡ്ജറ്റ് 100ഉം അതേപോലെ തന്നെ പ്രൈസ് ഈ 20 ആകുമ്പോൾ. അപ്പോൾ നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ പറ്റും M/PX ചെയ്താൽ. അതേപോലെ തന്നെ വൈൻ്റെ അവിടെയും M/PY ചെയ്താലും, M എന്ന് പറഞ്ഞാൽ 100, PY എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതും കിട്ടും ആൻസർ, 10 ആണ് ആൻസർ കിട്ടുക. ഓക്കെ, 10 ക്വാണ്ടിറ്റി വാങ്ങാനായിട്ട് പറ്റും. അപ്പം അത്രയേ ഉള്ളൂ ഈ ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഷിഫ്റ്റ് എപ്പോഴാണ് വരിക ബഡ്ജറ്റ് ലൈനിൽ? പ്രൈസസ് ഓഫ് വൺ ഓർ ബോത്ത് പ്രൊഡക്റ്റ് മാറിക്കഴിഞ്ഞാൽ, ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ, ചേഞ്ച് വന്നു കഴിഞ്ഞാൽ, പിന്നെ ഇൻകത്തിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ, പിന്നെ ഇത് രണ്ടിലും ഒരുമിച്ച് ചേഞ്ച് വന്നാലും ബഡ്ജറ്റ് ലൈന് മാറും, ബോത്ത് ഇൻകമും റിലേറ്റീവ് പ്രൈസും മാറിക്കഴിഞ്ഞാൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യണേ.